ഞാനൊരു മുജാഹിദ് പ്രസ്ഥാനക്കാരനാണ്, ഞാനൊരു സലഫി പ്രസ്ഥാനക്കാരനാണ് എന്ന് പരസ്യമായിട്ട് പറയാൻ ധൈര്യമില്ലാത്ത, അവർക്കിടയിൽ നിലനിൽക്കുന്ന ആശയപരമായ പാപ്പരത്വത്തിൽ ലജ്ജിച്ച് തലതാഴ്ത്തി ഞാൻ ഇനി ഒരു സംഘടനാ പ്രവർത്തനത്തിനുമില്ല എന്ന് പറഞ്ഞ് പിൻവലിഞ്ഞ് ഉൾവലിഞ്ഞു പോയിട്ടുള്ള എത്ര മുജാഹിദ് പ്രവർത്തകർ നമ്മുടെ നാട്ടിലുണ്ട്? എന്താണ് ഇതിന് കാരണം? ഇവരുടെ ആശയവൈകല്യങ്ങളെ കുറിച്ച് നിരന്തരമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ പണ്ഡിതന്മാരും ഈ സമൂഹത്തെ നിരന്തരമായിട്ട് ഉത്ബോധിപ്പിച്ചു. അവർ വിശ്വാസികളോടൊരു കാര്യം പറഞ്ഞാൽ അത് സ്വീകരിക്കുന്ന സാഹചര്യം പോലും ഇല്ലാതെയായിപ്പോയി. അവരുടെ ആളുകളെ പോലും മാസപ്പറവി ഉറപ്പിച്ചാൽ പോലും അവിടെ നേതാക്കൾ ആഹ്വാനം ചെയ്യൽ നിർത്തി. എന്താണ് കാരണം? അവരുടെ നോമ്പ് പൂർത്തിയായാലും സമസ്തയുടെ ആലിമ്യങ്ങളും പാണക്കാട് സാദാത്യങ്ങളും എപ്പോഴാണ് മാസം അർപ്പിക്കുന്നത്? അന്ന് പെരുന്നാൾ ആഘോഷിക്കാം. അതുവരെ നോമ്പ് നോക്കാതെ റെസ്റ്റ് എടുക്കുന്ന കാലം വരെ കേരളത്തിലെ മുജാഹിദുകൾക്കിടയിൽ ഉണ്ടായി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്താണ് അതിന്റെ കാരണം? നോമ്പ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പെരുന്നാൾ ആഘോഷിക്കണം. പക്ഷേ പെരുന്നാൾ ആഘോഷിക്കേണ്ട ദിവസം എത്തിയപ്പോ സമസ്തയുടെ ആലിമ്യങ്ങൾ നോമ്പ് പെരുന്നാൾ ഉറപ്പിക്കുന്നില്ല. എന്നാ പിന്നെ വീട്ടിൽ പോയി കടന്നുറങ്ങാൻ തീരുമാനിച്ചു. ഒരു ദിവസം റെസ്റ്റ് എടുത്തു. മുസ്ലിം ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒന്ന് കണ്ടിട്ടുണ്ടോ? എന്താണ് ഇതിന് കാരണം? ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ അനുയായികൾ പോലും സ്വീകരിക്കില്ല എന്നൊരു ബോധ്യം, ഒരു കൃത്യമായ തിരിച്ചറിവ് അവർക്കുണ്ടായി എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇവിടെ വലിയ നവോത്ഥാനത്തിന്റെയും പരിഷ്കരണവാദത്തിന്റെയും ഒക്കെ മേലങ്കി അണിഞ്ഞുകൊണ്ട് കേരളത്തിലെ മുസ്ലിം സമൂഹത്തെയും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിച്ച ഇവരുടെ തനിനിറം പുറത്തു വന്നു. ഈ തനിനിറം പുറത്തു വരുന്നതിൽ സമസ്തയുടെ പണ്ഡിതന്മാർക്ക്, അതിന്റെ ആദർശ പ്രചാരണങ്ങൾക്ക് വലിയ പങ്കുണ്ട്, വലിയ സ്വാധീനമുണ്ട്. ഇതിനെ ചെറുതായിട്ട് കണ്ടുകൂടാ. അപ്പൊ സ്വാഭാവികമായിട്ടും അവരിങ്ങനെ നിരന്തരം ഭിന്നിച്ചു പോകുന്നു, പിളർന്നുകൊണ്ടിരിക്കുന്നു. അവർക്കിടയിലുള്ള ആശയപരമായ അഭിപ്രായ വ്യത്യാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് സുന്നി പണ്ഡിതന്മാർക്കെതിരെ ശിർക്കും കുഫറും ആരോപിച്ചിരുന്ന ആളുകൾ അവർ തന്നെ പരസ്പരം ശിർക്കും കുഫറും ആരോപിക്കാൻ തുടങ്ങി. അവരങ്ങനെ തമ്മിൽ തല്ലുന്നതിനിടയിൽ മറുഭാഗത്ത് ഇവിടെ SNEC തുടങ്ങുന്നു. ആഗോളതലത്തിൽ ഈ ലേണിംഗ് മദ്രസകൾ ആരംഭിക്കുന്നു, സമ്മേളനങ്ങൾ നടക്കുന്നു, 100ാം വാർഷികം ആഘോഷിക്കുന്നു, സുപ്രഭാതം പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു, പുതിയ പുതിയ എഡിഷനുകൾ ആരംഭിക്കുന്നതിനെ കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ പിന്നെ സൈക്കൂലല്ലോ. അപ്പൊ പിന്നെ ഇത് എന്താണ് ഇതിനൊന്ന് തളർത്തിക്കളയാനുള്ള വഴി എന്ന് പല രീതിയിലും പല ആളുകളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമാണ്. അതിനിങ്ങനെ എല്ലാ അടുക്കളയിൽ നിന്ന് ഇറച്ചി കഷ്ണം തിന്നുന്ന കുറെ പൂച്ചക്കുട്ടികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഏത് വഴിക്കാണ് പോകുന്ന അതിനനുസരിച്ചൊക്കെ നിന്നു കൊടുക്കുക എന്നുള്ളതാണ്. ഒരാദർശ ബന്ധിതമായി പ്രവർത്തിക്കുന്ന സംഘടനയെ സംബന്ധിച്ചിടത്തോളം, സംഘടനാ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു വഴി സ്വീകരിക്കാൻ കഴിയില്ല. നമ്മുടെ പൂർവികർ പഠിപ്പിച്ച വഴിയും പാന്താവും അതല്ല. ഇവിടെ പലപ്പോഴും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു തീരുമാനം പ്രഖ്യാപിച്ചാൽ അതുമായി ബന്ധപ്പെട്ട നിരന്തരമായ പ്രചാരണങ്ങൾ ഉണ്ടാകുമ്പോൾ എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യം അത് പെട്ടെന്ന് ആളുകൾക്ക് സ്വീകരിക്കാനും അംഗീകരിക്കാനും ഒക്കെ ഒരു വൈമനസ്യം ഉണ്ടാകും. അത് വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല, ബോധ്യപ്പെടാൻ ചിലപ്പോൾ കുറച്ച് താമസം ഉണ്ടാകും. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി വന്നില്ലേ? ജമാഅത്തെ ഇസ്ലാമി ഇവിടെ പ്രവർത്തനം ആരംഭിച്ചപ്പോ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് സമസ്തയുടെ ആലിമീങ്ങൾ നൽകിയ മുന്നറിയിപ്പ് മനസ്സിലാക്കാൻ പോലും പലർക്കും സാധിച്ചിരുന്നില്ല. താഗൂത്തിന്റെ ഭരണകൂടമാണ്, പൈശാചിക ഭരണകൂടമാണ്, ഇതിന് അംഗീകരിക്കാൻ പാടില്ല, ശിർക്കാണ്, വോട്ട് ചെയ്യാൻ പാടില്ല, വോട്ട് രേഖപ്പെടുത്താൻ പാടില്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല, സർക്കാർ ജോലി സ്വീകരിക്കാൻ പാടില്ല, ഒക്കെ ശിർക്കാണ്. മോശമാണെന്നല്ല പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇങ്ങനത്തെ ഒരു രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കോടതി അംഗീകരിക്കുക, ഇവിടുത്തെ സർക്കാർ ജോലി സ്വീകരിക്കുക, ഇവിടെയുള്ള അതേപോലെ സർക്കാർ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോയി പഠിപ്പിക്കുക, സർക്കാരിന് ശമ്പളം വാങ്ങുക, അതൊക്കെ ഒരു യഥാർത്ഥ ഇസ്ലാമിസ്റ്റായിട്ട്, യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസിയായിട്ട് ജീവിക്കുമ്പോ അത് മോശമാണ് എന്നല്ല പറഞ്ഞത്, ശിർക്കാന്നാ പറഞ്ഞത്. ഇതിനപ്പുറം പറയല്ലോ. അത്രയും ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അവർ രംഗത്ത് വന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ശിർക്കാണെന്ന് ജമാഅത്തെ ഇസ്ലാമി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലത്താണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ശിർക്കാണ്,
വോട്ട് രേഖപ്പെടുന്നത് ശിർക്കാണ്. പാർലമെന്ററി ജനാധിപത്യത്തെ പൂർണ്ണമായിട്ട് നിഷേധിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതേ കാലത്ത് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിനെ പോലെയുള്ള, പ്രൊഫസർ സിദ്ദീഖ് ഹസനെ പോലെയുള്ള സർക്കാരിൽ നിന്ന് ശമ്പളം വാങ്ങിയിരുന്ന കോളേജ് സ്കൂൾ അധ്യാപകർ ഈ ശമ്പളം വാങ്ങി കുട്ടികൾക്കും മക്കൾക്കും ഭക്ഷണം കൊടുത്താൽ അത് ഹറാമിന്റെ ഭക്ഷണമാണ് എന്ന് നേതാക്കൾ പഠിപ്പിച്ചപ്പോ ആ ജോലി, സർക്കാർ ജോലി രാജിവെച്ചിട്ട് ഫുൾ ടൈം ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരായ ആളുകൾ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. അത് ശിർക്കാണെന്ന് ജമാഅത്തെ ഇസ്ലാമി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത്, തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നത് ശിർക്കാണെന്ന് ജമാഅത്തെ ഇസ്ലാമി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് സമസ്തയുടെ മഹാനായ പണ്ഡിതൻ വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അള്ളാഹു പരലോകത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ, വാണിയമ്പലം ഉസ്താദ് പറഞ്ഞു, ഉസ്താദിന്റെ ഒരു ഭാഷയിൽ പറഞ്ഞു, ഇവർ മതത്തിന്റെ കുപ്പായം അണിഞ്ഞ രാഷ്ട്രീയ പാർട്ടിയാണ്. ഇവർ മതത്തിന്റെ കുപ്പായം അണിഞ്ഞ രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്കാർ പറഞ്ഞു, ഈ മൗലികൾക്ക് മതവും അറിയില്ല, രാഷ്ട്രീയവും അറിയില്ല, തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുന്ന ശിർക്കാണ് എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മൂപ്പര് പറയാണ് ഇത് മതത്തിന്റെ കുപ്പായം അണിഞ്ഞ രാഷ്ട്രീയ പാർട്ടിയാണ്. മൂപ്പർക്ക് മതവും രാഷ്ട്രീയം ഒന്നും അറിയില്ല. പക്ഷെ ഇവരുടെ പരിണാമം കാണാൻ വാണിയമ്പലം ഉസ്താദ് ഉണ്ടായില്ല. പക്ഷേ അന്ന് രാജിവെച്ച സാധുക്കൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഇവരുടെ പ്രസംഗം കേട്ടിട്ട് സർക്കാർ ജോലി രാജിവെച്ച സാധുക്കൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഇന്ന് ജമാഅത്തെ ഇസ്ലാമി എന്ന് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ കേൾക്കുന്ന പേര് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ്. രാഷ്ട്രീയ പാർട്ടിയാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്, കൂട്ടുകെട്ടുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പല രീതിയിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സമസ്ത കേരള ജമിയത്തുലമയുടെ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞത് എന്താണോ അക്ഷരം പ്രതി നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് സമസ്തയുടെ ആലിമ്യങ്ങൾക്ക് മതവും രാഷ്ട്രീയം ഒന്നും അറിയില്ല, അവർക്ക് രാഷ്ട്രീയം ഒന്നും അറിയില്ല. ഓരിങ്ങനെ പള്ളി ദർസിൽ ചുറ്റിപ്പറ്റി അവരുടെ മഹാന്മാരായ ഉസ്താദുമാരെ, ദർസ് നടത്തുന്ന പണ്ഡിതന്മാരെ പറഞ്ഞിരുന്ന ചില പ്രയോഗങ്ങളുണ്ട്, ഇതുപോലെ സദസ്സിൽ പറയാൻ പറ്റില്ല. അങ്ങനെ മോശമായി ചിത്രീകരിച്ചിരുന്നു. പക്ഷെ പിൽക്കാലത്ത് എല്ലാവർക്കും ബോധ്യമായി. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദുമായി ബന്ധപ്പെട്ട് വളർപ്പ് നിരന്തരമായിട്ട് വളരാൻ തുടങ്ങിയപ്പോഴാണ് ഈ തൗഹീദിൽ അവർക്കിടയിൽ നിലനിൽക്കുന്ന ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ അവർ തന്നെ തുറന്നു പറയാൻ തുടങ്ങി. ഓരോ 5 വർഷം കൂടുമ്പോഴും തൗഹീദിന്റെ നിർവചനം പുതുക്കി നിശ്ചയിക്കുക, കമ്മിറ്റി പുതുക്കി നിശ്ചയിക്കുകയാണെങ്കിൽ സംഭവിക്കാം. ഒരു സംഘടനയുടെ കമ്മിറ്റി 5 വർഷം കൂടുമ്പോൾ പുതുക്കി നിശ്ചയിക്കണം, നല്ല കാര്യമാണ്. പക്ഷെ തൗഹീദിന്റെ നിർവചനം 5 വർഷം കൂടുമ്പോൾ പുതുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഘടനയുടെ അവസ്ഥ എന്താണ്? വിശ്വാസപരമായും കർമ്മപരമായും ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കാൻ ധാർമ്മികമായി ഒരവകാശവുമില്ലാത്ത ഒരു സംഘടനാ സംവിധാനമായി കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം മാറി. അപ്പൊ ഇതേപോലെയുള്ള ഓരോ വിഷയങ്ങൾ പരിശോധിച്ചാലും സമസ്ത കേരള ജമിയത്തുലമ ഇതെല്ലാം പറയുന്ന ഘട്ടത്തിൽ അതിനെ നിസ്സാരവൽക്കരിക്കാനും അതിനെ വികൃതമായിട്ട് ചിത്രീകരിക്കാനൊക്കെ പല ആളുകളും പല താല്പര്യത്തായ രംഗത്തും. ഇപ്പൊ 4-5 വർഷം മുമ്പാണ്, നിങ്ങൾക്കൊക്കെ അറിയാം, ഐസിസുമായി ബന്ധപ്പെട്ട വിഷയം വന്ന സമയത്ത് ലോകത്തെ 100 കണക്കിന് മുസ്ലിം പണ്ഡിതന്മാർ മഹാനായ റമദാൻ ബൂത്തി ഉൾപ്പെടെയുള്ള ആധുനിക ലോകത്തെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുൾപ്പെടെ പരസ്യമായിട്ട് പറഞ്ഞു, ഐസിസ് പോലെയുള്ള ഭീകര സംഘടനകൾക്ക് വേണ്ട ആശയപരമായ പ്രചോദനം നൽകിയത് വഹാബിസമാണ്. ലോകത്തുള്ള പണ്ഡിതന്മാർ, കേരളത്തിൽ സമസ്തക്കാരോ SOS SKSFും ക്യാമ്പയിൻ നടത്തിയതല്ല. ലോകത്ത് അറിയപ്പെട്ട ആധികാരികമായിട്ടുള്ള അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പരസ്യമായിട്ട് പറഞ്ഞു, ഈ ഐസിസ് വിഭാവന ചെയ്യുന്ന ആദർശത്തിന് ഇസ്ലാമുമായിട്ട് ബന്ധമില്ലെന്ന് 100 കണക്കിന് പ്രഗത്ഭരായ ആഗോള സുന്നി പണ്ഡിതന്മാർ ഒന്നിച്ച് സംയുക്ത പ്രസ്താവന ഇറക്കി. കാരണം അത്രയും നിഷ്ഠൂരമായ കൊലപാതകങ്ങൾക്കും സ്ഫോടനങ്ങൾക്കും ഭീകരപ്രവർത്തനങ്ങൾക്കുമാണ് ഇവർ നേതൃത്വം കൊടുത്തത്. ഇതേ ആശയം ഉൾക്കൊള്ളുന്ന മുജാഹിദ് പ്രവർത്തകർ കേരളത്തിലും ഉയർന്നു വന്നു. ഇവിടുത്തെ ബഹുസ്വരതയെ നിഷേധിക്കാനും ഇവിടുത്തെ സാമുദായിക സൗഹാർദ്ദത്തിന് തടസ്സം നിൽക്കാനും
നമ്മുടെ രാജ്യ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള അപകടകരമായ ആശയപ്രചരണം നടത്താനും കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം രംഗത്ത് വന്നു. ഈ മുജാഹിദ് ആശയക്കാർ രംഗത്ത് വന്ന സമയത്ത് ഈ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം അല്ല എന്ന് പറയേണ്ട ഉത്തരവാദിത്വം സമസ്ത കേരള ജംഇയ്യത്ത് നമുക്കില്ലേ? എത്ര അപകടകരമായ വാദങ്ങളാണ് ശംസുദ്ദീൻ പാലത്തിനെ പോലെയുള്ള മുജാഹിദ് നേതാക്കന്മാർ ഇവിടെ പ്രസംഗിച്ചത്. ഇത് നമ്മളാരും മറന്നിട്ടില്ല. നമ്മൾ ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് വിരുന്നു പോവുകയാണ് വാതിലടച്ചിട്ട്. നമ്മളങ്ങനെ 1-2 ദിവസത്തേക്കൊക്കെ വാതിലും അടച്ചു പൂട്ടിയിട്ട് വീട് പൂട്ടിയിട്ടിട്ട് നമ്മൾ വിരുന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ, വീടിന്റെ തൊട്ടടുത്ത് അമുസ്ലിമിന്റെ വീടാണെങ്കിൽ അവിടെ വീടിന്റെ ചാവി ഏൽപ്പിക്കാൻ പാടില്ല. ഒരാൾ വയലറിയാണ്. എന്നിട്ട് 1-2 കിലോമീറ്റർ അപ്പുറത്താണ് ഒരു മുസ്ലിം വീടുണ്ടെങ്കിൽ അവിടെ വീടിന്റെ ചാവി ഏൽപ്പിക്കാൻ പാടില്ല. നമ്മുടെ നാടുകളിലൊക്കെ വിവിധ ജംഗ്ഷനുകളിൽ ആരോ മാർക്ക് വെച്ചിട്ട് ബോർഡ് വെക്കും. SKSF-ഉം അതേപോലെ മറ്റു പല സംഘടനകളും ക്ലബ്ബുകളൊക്കെ ബോർഡ് വെക്കാറുണ്ട്. ശ്രീ ഭഗവതി ക്ഷേത്രം ഇവിടെ, അതിന്റെ ആരോ മാർക്ക് അങ്ങോട്ട്. ടൗൺ ജുമാഅത്ത് പള്ളി, അതിന്റെ ആരോ മാർക്ക് ഇങ്ങോട്ട്. ഒരൊറ്റ കാലുമേ 2-3 ആരോ മാർക്ക്. ചർച്ചും ഉണ്ടാകും, അമ്പലം ഉണ്ടാകും, അതേപോലെ ബസ് സ്റ്റാൻഡ് ഉണ്ടാകും, ആശുപത്രി ഉണ്ടാകും, പള്ളിയൊക്കെ ഉണ്ടാകും. അത്തരം ആരോ മാർക്ക് വെച്ചിട്ട് ആളുകൾക്ക് വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി അത്തരം ബോർഡുകളിൽ പള്ളിയും ക്ഷേത്രവും ചർച്ചൊക്കെ ഒരുമിച്ച് കണ്ടാൽ ആ ബോർഡ് ഉടനെ പൊളിച്ചു കളയണമെന്നാണ് പ്രസംഗിക്കുകയാണ്. ഇതിന് സമാനമായ ഒരുപാട് ഉദാഹരണങ്ങൾ. ആ മുസ്ലിങ്ങളെ കടയിൽ പോയിട്ട് സാധനം വാങ്ങാൻ പാടില്ല. ഇന്ന് RSS പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. ജോലിക്ക് ആളെ വെക്കുന്ന സമയത്ത് അമുസ്ലിങ്ങളെ വെക്കാൻ പാടില്ല. ഇങ്ങനെ അപകടകരമായ ആശയങ്ങൾ ഇവർ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഇതിന് സമാനമായ പ്രവർത്തനങ്ങൾ ആഗോളതലത്തിൽ ISIS-ഉമായി ബന്ധപ്പെട്ട് ലോകത്ത് നടക്കാനും തുടങ്ങി. സ്വാഭാവികമായിട്ടും ഈ ISIS-ലേക്ക് നയിക്കുന്ന വഹാബി ആശയത്തിന്റെ അപകടങ്ങളെക്കുറിച്ച് കേരളത്തിലെ മുസ്ലിം സമൂഹത്തോട് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം സമസ്ത കേരള ജംഇയ്യത്തുലമക്കും അതിന്റെ പോഷക സംഘടനകൾക്കും ഇല്ലേ? ആദരണീയനായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് നമ്മുടെ വേദിയിലേക്ക്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ യഥാസമയം ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഇതുപോലുള്ള ഒരു ഉത്തരവാദപ്പെട്ട സംഘടനക്കില്ലേ? ആ ദൗത്യം നിർവഹിക്കാൻ സമസ്തയുടെ പോഷക ഘടകങ്ങൾ ആദരണീയരായ ഉസ്താദുമാരുടെ അനുമതിയോടുകൂടി ആശീർവാദത്തോടുകൂടി രംഗത്ത് വന്നു. IS സലഫിസം, ഇതുമായി ബന്ധപ്പെട്ട ആശയപരമായ ചരിത്രപരമായിട്ടുള്ള ആധികാരികമായ തെളിവുകൾ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ സമുദായത്തിലെ ചെറുപ്പക്കാരെ വഴിതെറ്റിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, സഹോദര സമുദായങ്ങൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്ന, ഇസ്ലാമിൽ അനാവശ്യമായി ഭീകരവാദവും തീവ്രവാദവും ആരോപിക്കുന്ന ശത്രുക്കൾക്ക് വഴി നൽകുന്ന, ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ മുസ്ലിം സമുദായത്തെ വലിയ അപകടത്തിലേക്ക് നയിക്കുന്ന അപകടകരമായ ആശയങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോ ഇത് ഇസ്ലാമിന്റെ ഭാഗമല്ല. ഈ പ്രസംഗങ്ങളും പ്രചരണങ്ങളും കേട്ടുകൊണ്ട് നിങ്ങൾ ആരും ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കരുത് എന്ന് പറയാൻ സുന്നി യുവജന സംഘവും SKSF ഒക്കെ ക്യാമ്പയിനുമായിട്ട് രംഗത്ത് വന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂച്ചക്കുട്ടികളൊക്കെ ഇറങ്ങി. നരേന്ദ്രമോദിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ പറയാൻ പാടില്ല. മോഡി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. മോഡിക്ക് കരുത്തു പകരുന്ന ആശയമാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോഡിയെ താഴെ ഇറക്കണമെന്നുണ്ടെങ്കിൽ ഈ ആശയത്തെ പരാജയപ്പെടുത്തലാണ് അതിന്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം, മുസ്ലിം സമുദായത്തിന്റെ ഉത്തരവാദിത്വം. ISIS-നെ വിമർശിക്കാൻ പാടില്ല, സലഫിസത്തെ വിമർശിക്കാൻ പാടില്ല, ബിദഈ പ്രസ്ഥാനങ്ങളെയും അവരുടെ ആശയങ്ങളെയും അവരുടെ പൊള്ളത്തരത്തെയും വിമർശിക്കാൻ പാടില്ലെങ്കിൽ പിന്നെ സമസ്ത കേരള ജംഇയ്യത്തുലമക്കും അതിന്റെ പോഷക സംഘടനകൾക്കും വേറെ പണിയൊന്നുമില്ലല്ലോ. സമസ്തക്കും പോഷക ഘടകങ്ങൾക്കുമുള്ള അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യവും ദൗത്യവും പ്രവർത്തനവും ഈ 100 കൊല്ലം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ നിർവഹിച്ചത്
പരിശുദ്ധ ഇസ്ലാമിന്റെ നേർരേഖയായിട്ടുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്താണ് എന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും അതിന് വിരുദ്ധമായ ആശയങ്ങളെ ഈ സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുകയല്ലേ ഈ സംഘടന ചെയ്ത്. അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംഘടനക്ക് പണിയില്ലല്ലോ. പക്ഷേ ഈ IS-നെ കുറിച്ചും സലഫിസത്തെ കുറിച്ചും അതുണ്ടാക്കുന്ന അപകടത്തെക്കുറിച്ചും ഒരു ഭാഗത്ത് അതിന്റെ അപകടത്തെക്കുറിച്ച് സംഘടന പറയാൻ തുടങ്ങിയപ്പോ അതിനെ നിരുത്സാഹപ്പെടുത്താനും രാജ്യത്തെ പുതിയ കാലത്തെ വെല്ലുവിളികളെ കുറിച്ച് പറയാനും ഫാഷിസത്തിന്റെ അപകടത്തെക്കുറിച്ച് പറയാനും ഒക്കെ രംഗത്ത് വന്നെങ്കിൽ പോലും അവസാനം ഈ ഭീകര സംഘടനക്ക് വഹാബിസത്തിന്റെ സ്വാധീനവും ആ സ്വാധീനമനുസരിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ സംരക്ഷിക്കാനും അവർക്ക് വേണ്ടി പിന്തുണ കൊടുക്കാനും അവിടെ കൂടെ നിൽക്കാനും ആളില്ലാത്ത സാഹചര്യം വന്നു. നമ്മുടെ ക്യാമ്പയിനുകളുടെ വിജയമായിരുന്നു അത്. നമ്മുടെ ക്യാമ്പയിനുകളുടെ വിജയമായിരുന്നു. പലപ്പോഴും ഇത്തരത്തിലുള്ള ആദർശ വിരുദ്ധമായിട്ടുള്ള ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കടന്നു വരുമ്പോൾ എല്ലാ കാലത്തും സമസ്തയുടെ പണ്ഡിതന്മാരും നേതാക്കന്മാരും അതിനെതിരെ രംഗത്ത് വരും. അത് ആളുടമയില്ലാതെ സംഘടന രൂപീകരിച്ച് സംഘാടക സമിതി ഉണ്ടാക്കിയിട്ട് സമ്മേളനം നടത്തുന്നതല്ല. സമസ്ത കേരള ജംഇയ്യത്തിലെ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരുടെ അനുമതിയോടുകൂടി അതിന് ഉത്തരവാദപ്പെട്ട സംഘടനാ ലേബലിൽ അതിന് ഉത്തരവാദപ്പെട്ട സംഘടനാ ഭാരവാഹികൾ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി നിർവഹിക്കുന്ന അതിന്റെ സംഘടനാപരമായ ബാധ്യതയാണ് നിർവഹിച്ചിട്ടുള്ളത്. പക്ഷേ പല ആളുകളും സ്വാഭാവികമായിട്ടും അതിപ്പോ വേണോ അങ്ങോട്ടാക്കണോ എന്നിട്ട് അമ്മായി കളിക്കും. അത് ഇതിന്റെ ഒരു സ്വഭാവമാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ വിജയിച്ചു വരുമ്പോൾ നമ്മളെ മുമ്പ് കാണാൻ വഴി വന്നിരിക്കണം. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു വ്യാജ മുടി കൊണ്ടുവന്നിട്ട് വലിയ ചൂഷണത്തിന് തുടക്കം കുറിച്ചു. വലിയ ചൂഷണം. ഞാൻ അതിന്റെ വലിപ്പത്തെക്കുറിച്ചൊന്നും പറയേണ്ടതില്ല, നമ്മളൊക്കെ കാണാൻ പഠിച്ച വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യത്തെ വിശദീകരണ സമ്മേളനം കോഴിക്കോട്ട് നടത്തുകയാണ്. ആദ്യത്തെ വിശദീകരണ സമ്മേളനം കോഴിക്കോട് ഫ്രാൻസിസ് റോഡിലെ ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ SKSF സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദരണീയരായ സമസ്ത നേതാക്കളുടെ അനുമതിയോടുകൂടി അതിന്റെ വിശദീകരണ സമ്മേളനം സംഘടിപ്പിച്ചു. ഒരു ശനിയാഴ്ച രാവിലെ 9:30 മണിക്കാണ് ആ സമ്മേളനം. വെള്ളിയാഴ്ച തലേ ദിവസം വെള്ളിയാഴ്ച ജുമഅക്ക് ശേഷം നമ്മുടെ ഉത്തരവാദപ്പെട്ട ചില നേതാക്കൾ വിളിച്ചു പറയുന്നു, ആ സമ്മേളനം മാറ്റിവെക്കണം, ആ സമ്മേളനം മാറ്റിവെക്കണം. നിങ്ങൾ ആലോചിച്ചു, ആ സമ്മേളനം അപ്പോൾ മാറ്റിവെച്ചാൽ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി എത്രത്തോളമായിരിക്കും, അതിന്റെ വലുപ്പം, അതുണ്ടാക്കുന്ന പ്രയാസം എത്രത്തോളമായിരിക്കും. പക്ഷെ അന്ന് രാത്രി തന്നെ ബഹുമാന്യരായ നേതാക്കളെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി, കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് അതിനുള്ള അനുമതി വാങ്ങിയെന്ന് മാത്രമല്ല, സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടി അവർ ദുആ ചെയ്തിട്ട് എല്ലാ ആശീർവാദവും പിന്തുണയും നൽകിയിട്ട് ആ സമ്മേളനം ആരംഭിച്ചു. സമ്മേളനം നടക്കുമ്പോഴും അതിനെ തുടർന്നുള്ള സമ്മേളനങ്ങൾ നടക്കുമ്പോഴൊക്കെ ഇപ്പൊ അത് വിശദീകരിക്കണോ, ഇപ്പൊ അതങ്ങനെ പറയണോ? നാടന്മാര് പറയുന്നുണ്ട് ഉറയുമ്പോ വെട്ടണം. അതൊക്കെ ആ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതേപോലെയുള്ള ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാർ നിർവഹിക്കപ്പെടേണ്ട ആ ദൗത്യം യഥാസമയം നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ബിദഈ പ്രസ്ഥാനങ്ങൾക്കും ആദർശ വിരുദ്ധർക്കും ആത്മീയ ചൂഷകർക്കും ഒക്കെ വളരാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുകയല്ലേ. അപ്പൊ അത്തരം ഘട്ടങ്ങളിലെല്ലാം ഈ തെറ്റിദ്ധരിപ്പിക്കലുകൾ, ഈ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കൽ പലപ്പോഴും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. സമാനമായ സാഹചര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുമ്പോഴൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ ഉപദേശങ്ങളൊന്നും സമസ്ത കേരള ജംഇയ്യത്തുലമയുടെയോ അതിന്റെ ആദർശ പ്രചാരണത്തിന്റെ നന്മയോ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല, ശത്രുക്കൾ തുറന്നുവിടുന്ന, അവരാസൂത്രണം ചെയ്യുന്ന അജണ്ടകളിൽ പല ആളുകളും വീണുപോകുന്നു എന്നുള്ളതാണ്.
ഇവിടെ നമുക്ക് നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വം സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ കേന്ദ്ര മുഷാവറ യോഗം ചേർന്നുകൊണ്ട് ഒരു തീരുമാനം പ്രഖ്യാപിച്ചാൽ നമ്മുടെ പ്രായം ചെന്ന രോഗികളായിട്ടുള്ള പ്രയാസപ്പെടുന്ന ഉസ്താദുമാർക്ക് നാട് മുഴുവൻ നടന്നത് പ്രചരിപ്പിക്കാനോ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ ദൂരീകരിക്കാൻ അവർക്ക് കഴിയില്ല. അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് അവർ മുഷാവറ യോഗം ചേർന്ന് നിരന്തരമായ ആലോചനകൾക്ക് ശേഷം അവർ അത് സംബന്ധമായ തീരുമാനം പ്രഖ്യാപിക്കും. ബാക്കി അതിന്റെ പ്രചാരണങ്ങളും വിശദീകരണങ്ങളും ഉത്തരവാദിത്വങ്ങളൊക്കെ നിർവഹിക്കാറുള്ള സാധാരണ അതിന്റെ പോഷക ഘടകങ്ങൾ തന്നെയാണ്. ആ ദൗത്യമാണ് ഇപ്പോഴും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദൗത്യം യഥാസമയം നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഈ തെറ്റിദ്ധരിപ്പിക്കലുകളിൽ പല ആളുകളും അകപ്പെട്ടു പോകും. പഴയ കാലങ്ങളെ പോലെയല്ല. പണ്ടൊക്കെ സമസ്ത ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം വിശദീകരിക്കാൻ വേണ്ടി സമസ്തയുടെ വലിയ സമ്മേളനം വിളിച്ചു ചേർക്കും. ആ സമ്മേളനത്തിൽ ആധികാരികമായിട്ട് അതിന്റെ പണ്ഡിതന്മാർ കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ബോധ്യമായി. പിന്നെ ആവശ്യാനുസരണമുള്ള പ്രഭാഷണങ്ങളും പ്രചാരണങ്ങളുമായിട്ട് ആ പരിപാടികൾ അവസാനിക്കും. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ സാമൂഹ്യ മാധ്യമങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട സമൂഹമാണ് നമ്മൾ. എന്തു പറഞ്ഞാലും പറഞ്ഞത് മുഴുവനാകുന്നതിന് മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ നിമിഷങ്ങളെ കൊണ്ട് ലോകമാകെ പ്രചരിപ്പിക്കുന്ന ഒരു കാലമാണ്. വലിയ തോതിൽ ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണയും ഭിന്നിപ്പും വിഭാഗീയതയും കള്ളപ്രചരണവും നടത്താൻ ഈ സാങ്കേതിക വിദ്യ വ്യാപകമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം വിഷയങ്ങളിലുള്ള വ്യക്തത, തെറ്റിദ്ധാരണകൾ ദൂരീകരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഉത്തരവാദിത്വം സംഘടനാ പ്രവർത്തകർക്കുണ്ട്. അത് ബോധ്യപ്പെടുത്താൻ യഥാസമയം നമ്മൾ ആ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ലെങ്കിൽ ആളുകൾക്കിടയിൽ വലിയ തോതിലുള്ള ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും നമ്മുടെ സംഘടനയും സംഘടനാ നേതൃത്വത്തെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശത്രുക്കൾക്ക് അവസരം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. അപ്പൊ ഇതേപോലെയുള്ള ഓരോ ഘട്ടങ്ങളിലും നമ്മുടെ ആദരണീയരായ ഉസ്താദുമാരെടുത്ത തീരുമാനങ്ങൾ വിശദീകരിക്കാനും ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ശ്രമിക്കുമ്പോഴെല്ലാം ചെറിയൊരു ആശയക്കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ട് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുക എന്നുള്ളത് അത് ഇതിന്റെ ഒരു എന്താ പറയാ, ഇതിനൊരു കീഴ്വഴക്കമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കഴിയുന്ന മുറ അനുസരിച്ചുകൊണ്ട് എല്ലാ ജലാശയങ്ങളും തെളിഞ്ഞതാണ് സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ചരിത്രം. അതുകൊണ്ട് ഇനിയുള്ള കാലത്തും വർത്തമാനകാലത്തും നമ്മുടെ മുമ്പിൽ ഒരേ ഒരു ഉന്നമാണുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ മുഷാവറ യോഗം തീരുമാനമെടുത്തിട്ട് എന്ത് ആഹ്വാനം ചെയ്യുന്നുവോ ആ തീരുമാനം അനുസരിച്ച് ആ ആഹ്വാനങ്ങൾക്കും ഉപദേശങ്ങൾക്കും അനുസരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനും നമ്മളെ മോശമായി ചിത്രീകരിക്കാനൊക്കെയുള്ള പല ശ്രമങ്ങളും ഉണ്ടാകും. അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്.